രാജാക്കന്മാർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അടുത്തത്, വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. അടുത്തത്, പാത്രങ്ങൾ കുറവായിരിക്കരുത്. അടുത്തത്, മതി. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം ഇതിന്റെ 4-5 വാക്യങ്ങൾ. അവനെ ഉറ്റുനോക്കി. അടുത്തത്, അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. അടുത്ത വാക്യം, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ കാലും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാൽ. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന 2 വാക്യഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ സ്ഥിതി മാറും? നീ ഇതുവരെ കേട്ടത് മനുഷ്യൻ്റെ വാക്കാണ്, നീ ഇതുവരെ നോക്കിയത് മനുഷ്യൻ്റെ മുഖത്താണ്. പക്ഷെ ഈ പ്രാരംഭ മിനിറ്റിൽ ഞാൻ ആത്മാവിൽ ഒരു വാക്ക് പറയാം. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് കർത്താവിന് ചെയ്യാൻ കഴിയും. മനുഷ്യൻ നിന്നെ കൊണ്ട് ഇവിടം വരെ പറ്റത്തുള്ളൂ, ഇതാണ് എൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് പറയും, എനിക്ക് ഇതിലധികം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് പകൽ നീ സാധാരണ ഒരു ദൈവത്തിൻ്റെ അടുക്കലല്ല വന്നിരിക്കുന്നത്. അവൻ മനുഷ്യനെ ചെയ്യാൻ കഴിയത്തില്ല, ഇംപോസിബിൾ ആണെന്ന് മനുഷ്യൻ പറയുമ്പം ദൈവം പറയും, ഐ ആം പോസിബിൾ. ഹല്ലേലൂയ. എനിക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ ഈ വചനത്തെ ഭാഗത്തെ ആസ്പദമാക്കി 1-2 പ്രവചന ചിന്തകൾ നിങ്ങളുമായി പകർന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. നോക്കിയേ, നാം വായിച്ച പഴയ നിയമത്തിലെ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു. ഒരു നിലവിളിയോടെയാണ് ഈ പ്രാരംഭവാക്യം തുടങ്ങുന്നത്. ഹല്ലേലൂയ. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്ന സ്ത്രീ ഒരു നിലവിളിയോടെ, ഒരു വേദനയോടെ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ അധ്യായം വായിച്ചപ്പം പരിശുദ്ധാത്മാവ് എന്നെ വളരെയധികം സ്പർശിച്ചു. ഇതേ അധ്യായത്തിന്റെ മുൻപലത്തെ അധ്യായം 3-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ എടുക്കണ്ട, ആ അധ്യായത്തിൽ ഒരു സ്ത്രീ അല്ല പ്രവാചകന്റെ അടുക്കൽ വരുന്നത്, മറിച്ച് 3 ദേശങ്ങളുടെ രാജാക്കന്മാർ പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, കർത്താവിന് ഈ തലമുറയിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന് വില കൊടുക്കുന്ന ചിലരെ ആവശ്യമുണ്ട്. വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിന്നെ ഈ മുറിക്കകത്ത് കൈയടിപ്പിച്ച് തിരിച്ചു ഭവനത്തിൽ വിടുന്നതല്ല. ഹല്ലേലൂയ. അനേക പ്രതിസന്ധികളിൽ ഇരിക്കുന്നവർക്ക്, അനേക ചോദ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് നിന്റെ അധരം, നിന്റെ കരം, നിന്റെ കുടുംബം ഒരു ഉത്തരമായി മാറാൻ ദൈവത്തിന്റെ അഭിഷേകവുമായ ദൈവം നിന്നെ ഇവിടെ നിന്ന് മടക്കി അയക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയം ഇതാ പ്രിയരെ, നമ്മുടെ വിഷയം കൊണ്ട് നമ്മൾ കർത്താവിനെ അങ്ങ് തടയും. എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ ഈ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടല്ലാതെ ഞാൻ ഇനി കർത്താവിന് വേണ്ടി ഒന്നും, അങ്ങനെയുള്ള ഒരു അതിരിപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവ്
കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലാതെ ഞാൻ കർത്താവിന് വേണ്ടി ഒന്നും. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയാ, നീ ആ പരിമിതി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഹല്ലേലൂയ. ആ 3 യഹൂദൻ ബാലന്മാർ ഇങ്ങനെ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും, അവൻ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്താലും ഇല്ലെങ്കിലും, ഞങ്ങൾ ഒന്ന് സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഹല്ലേലൂയ, രാജാവേ, നീ ഒരുക്കിയ വിഷയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കത്തില്ല. ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിന് വേണ്ടിയായിരിക്കും. ചിന്തിപ്പിച്ചത് അതിൻ്റെ മുകളിലത്തെ അധ്യായത്തിൽ ഈ പ്രവാചകനെ ദൈവം അതിശക്തമായി 3 രാജാക്കന്മാരുടെ ഹല്ലേലൂയ വിഷയത്തിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ഉപയോഗിച്ചു. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, അവൻ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൻ്റെ 2-3 പ്രത്യേകതകൾ ഒന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താ പ്രത്യേകത? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അടുത്ത വാക്യം, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. അവളുടെ ഭവനത്തിൽ അവളുടെ ആശ്രയമായിരുന്ന വ്യക്തി ലോകത്ത് നിന്ന് നീങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ ഞാൻ ഒരു വാക്കിൽ നിങ്ങളോട് പറയാം, ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന പലരും ഹല്ലേലൂയ, നിങ്ങൾ ആശ്രയിച്ച പല ആശ്രയങ്ങളും അസ്തമിച്ചു പോയവരാ. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, വചനം ഇങ്ങനെ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവൾ ആശ്രയിച്ച, അവൾ വിശ്വസിച്ച, അവൾ ഏറെ സ്നേഹിച്ച അവളുടെ ഭർത്താവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷേ ആ ഭർത്താവിനെ കുറിച്ച് അവൾ പറയുന്ന സാക്ഷ്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവൾ പറയുക, എൻ്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. പ്രിയമുള്ളവരെ, നിന്റെയും എൻ്റെയും കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ കഴിഞ്ഞാൽ, അവനുമായുള്ള ബന്ധത്തിന് പ്രാരംഭ സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ഈ പകൽ ഞാൻ വിളിച്ചു പറയാം, ഏത് ശൂന്യതയും നിറവാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Without allowing God, without giving God the first priority, it doesn't matter where you go, God cannot do anything in your life. നീ ദൈവത്തിന് പ്രാരംഭ സ്ഥാനം കൊടുക്കാതെ നീ എവിടെ പോയാലും, ഹല്ലേലൂയ, ആരുടെ അടുക്കൽ ചെന്നാലും ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എനിക്കറിയാം ഇതിന് ഹല്ലേലൂയ പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ വല്ലാതെ സ്പർശിച്ചത് ഈ സ്ത്രീ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം, അദ്ദേഹം കള്ളുകൂടിയനാണെന്നല്ല, അദ്ദേഹം പ്രാർത്ഥിക്കാത്തവനാണെന്നല്ല, അവൻ പറയുകയാണ്, അവൻ ഭക്തനായിരുന്നെന്ന് നിനക്കറിയാമല്ലോ. പ്രാരംഭ സെഷനിൽ പരിശുദ്ധാത്മാവ് തുടങ്ങി വെച്ചെടുത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യുക. കർത്താവിന് വേണ്ടത് നിന്റെ കുടുംബത്തിൽ നീ ഒരു ഭക്തനാകണം. ആമേൻ പറയും. ഹല്ലേലൂയ. എലിയ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ശക്തമായ നിയോഗം ലഭിച്ച ഒരു ദൈവമനുഷ്യനാണ്. അദ്ദേഹം പുറത്തു വരുന്നത് ഒരു വലിയ ദൂതുമായിട്ടാണ്. എന്താ ദൂതെന്നറിയാമോ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഇനി പെയ്യത്തില്ല. ഒരു സാധാരണ മനുഷ്യൻ പറയുവാൻ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ല. സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് സാധാരണ വ്യക്തിയായി വന്ന മനുഷ്യൻ. ഏലിയ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. അനന്തരം തിഷ്ബിയിൽ നിന്ന് തിഷ്ബ്യനായ ഒരു ഏലിയാവ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഇതാണ്. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേരോ കുടുംബത്തിന്റെ പേരോ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ തൊട്ടടുത്ത വാക്യത്തിൽ അദ്ദേഹം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പദമുണ്ട്. ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തെ സേവിക്കുന്ന ഒരു പ്രവാചകനാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ പട്ടണത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഒരു സാധാരണക്കാരനായിരിക്കാം. പക്ഷേ നിനക്കും എനിക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ സേവിച്ചു നിൽക്കുന്നത് ഒരു സാധാരണ ദൈവത്തെയല്ല, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ അത്രേ ഞാനും നീയും സേവിക്കുന്നത്. ഹല്ലേലൂയ.
ഇതിനകത്തിരിക്കുന്ന പലരെയും കണ്ടിട്ട് മറ്റേതോ സ്ഥലത്ത് പോയതുപോലെ എവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നീ ഒരു പക്ഷം നിന്റെ കുടുംബത്തിൽ ഹല്ലേലൂയ വില കുറഞ്ഞവനായിരിക്കാം, നിന്റെ പഠനത്തിൽ വില കുറഞ്ഞവനായിരിക്കാം. പക്ഷെ ഒന്ന് ഞാൻ ഈ പകൽ വിളിച്ചു പറയുന്നു, നീ സേവിക്കുന്ന ദൈവം അവൻ വലിയവനാ. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ. അവന്റെ ഒരു ശബ്ദത്തിന് മുമ്പിൽ ലോകം വിറയ്ക്കത്തക്കതുപോലെ ഏലിയാവ് ഈ രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ ധൈര്യം എന്താന്ന് ചോദിച്ചാൽ അവന്റെ ദൈവം ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവം ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ ഹല്ലേലൂയ, നിന്നെ തള്ളിക്കളഞ്ഞ് നിനക്കെതിരെ ദൂഷണം പറയുന്ന അതേ പട്ടണത്തിൽ നിന്നുകൊണ്ട് നീ യേശുവിനെ ഉയർത്ത്. ഹല്ലേലൂയ. ലോകം നിന്നെ കുറിച്ച് പറയും, ഇവൻ സാധാരണക്കാരനല്ല, ഇവന് ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ചവനാ. ഏലിയാവിന് പറയാനൊരു സർട്ടിഫിക്കറ്റ് ഇല്ല, വേറൊരു ഐഡന്റിറ്റി കാർഡ് ഇല്ല. അദ്ദേഹം നേരെ ചെന്ന് രാജാവിനോട് പറയുന്നു, ഞാൻ ആരാ? യഹോവയെ സേവിക്കുന്ന ഒരു പ്രവാചകൻ. എൻ്റെ വിഷയം അതല്ല. പ്രവാചകൻ ഇത് പ്രവചിച്ചിട്ട് താൻ കുറച്ചധികം ലേഖനങ്ങൾ, കുറച്ചധികം അധ്യായങ്ങൾ നാം വായിച്ചു കഴിയുമ്പോൾ പിന്നീട് ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിനോട് പറയുന്നുണ്ട്, നീ വീണ്ടും ചെന്ന് പറയണം, ആമേൻ, ഞാൻ എന്ത് ചെയ്യാൻ പോകുക? ദേശത്തിൽ മഴയടിക്കാൻ പോകുക. പ്രവാചകൻ അവിടെ കടന്നു ചെന്നു. അദ്ദേഹം അറിയിച്ചു. ബാലിന്റെ പ്രവാചകന്മാരും യഹോവയുടെ പ്രവാചകനും ഒരുമിച്ച് കർമ്മേലിന്റെ മലമുകളിലെത്തി. അവിടെ എത്തിയപ്പോൾ നിങ്ങൾ കാണണമേ, ആ അധ്യായം വായിച്ചു വരുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച ഇതാണ്. ദൈവത്തിന്റെ പ്രവാചകൻ അവിടെ മുട്ടുമടക്കി. ഹല്ലേലൂയ. ദീർഘസമയം ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ട് അന്തരീക്ഷത്തിൽ ഒരു ചലനവും നടന്നില്ല. പക്ഷെ യഹോവയുടെ പ്രവാചകൻ മുട്ടുമുത്തിയിട്ട് അടുത്ത് നിൽക്കുന്ന ബാല്യക്കാരെ വിളിച്ചിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, തകർന്ന യാഗപീഠത്തെ പുതുക്കി പണിയണം. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, അപ്പ നീ കൊടുത്ത നിയോഗപ്രകാരമല്ലേ ഈ മനുഷ്യൻ ഇവിടെ വന്നത്? ആണോ? ഹല്ലേലൂയ. ഈ കൊല്ലം പട്ടണത്തിൽ ഒത്തിരി പേരുണ്ട്, പക്ഷെ കർത്താവ് ഇത്രയും പേരെ ഇവിടെ കൊണ്ടുവന്നേ. ഹല്ലേലൂയ. പക്ഷെ നിയോഗം ലഭിച്ച് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയ പ്രവാചകനോട് ദൈവത്തിന് പറയാനുള്ളത്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു ഉത്തരം ലഭിക്കുന്നതിന് മുമ്പ് തകർന്ന യാഗപീഠത്തെ നീ ഒന്ന് പണിയ. ഹല്ലേലൂയ. എന്താ യാഗപീഠം? യാഗപീഠം ദൈവവുമായുള്ള ബന്ധത്തെ കാണിക്കുന്നതാ. യാഗപീഠം ദൈവത്തോടുള്ള ആരാധനയെ കാണിക്കുന്നതാ. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിരപ്പ് നീ പ്രാപിച്ചാൽ നീ ചോദിക്കാതെ തന്നെ നിന്റെ വിഷയത്തിന്റെ ഉത്തരം ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസൻ കഴിഞ്ഞ സെഷനിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തോട് മനസ്സിനകത്ത് കയ്പ് വെച്ചുകൊണ്ട് കർത്താവ് ഇത് എന്നോട് എന്തുകൊണ്ട് ചെയ്തു എന്ന ചോദ്യം കൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പകൽ അവിശ്വാസത്തെ എടുത്തു കളയണം. പ്രായലേഖനത്തിൽ അവിശ്വാസത്തെ കുറിച്ച് എഴുത്തുകാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, അവിശ്വാസമുള്ള നല്ല ഹൃദയമെന്നല്ല. എന്നാ പറയുന്നേ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. നമ്മുടെ ഇടയിൽ ദുഷ്ടന്മാരില്ല, പക്ഷെ ദുഷ്ടഹൃദയമുള്ളവര്. എവിടുന്നാ ദുഷ്ടഹൃദയം വന്നേന്നറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവിശ്വസിച്ചു. ഇതിനകത്ത് ആരും കൈയടിക്കത്തില്ല. എനിക്ക് മനസ്സിലായി ഈ ദൂത് നിങ്ങൾക്കുള്ളതാ. ഞാൻ എഴുതിക്കൊണ്ട് വന്നൊന്നുമല്ല, കർത്താവിനോട് പറയാ, അവിശ്വാസം അകത്തു വെച്ചിട്ട് ദൈവത്തെ എത്രയധികം ഉയർത്തിയാലും ദൈവം പ്രവർത്തിക്കത്തില്ല.
പക്ഷെ അവിശ്വാസത്തെ നീക്കിയിട്ട് ഹല്ലേലൂയ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു വാഗ്ദത്തം ഒരു വചനമുണ്ട്. റോമലേഖനം 4-ാം അധ്യായം. അവൻ ഹല്ലേലൂയ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ്റെ മുൻപിൽ സാധ്യതകളില്ലാത്തപ്പോഴും അവൻ്റെ മുൻപിൽ വഴികളില്ലാത്തപ്പോഴും അവനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒരല്പം പോലും നടക്കുമെന്ന സാധ്യത അവൻ്റെ ശരീരത്തിൽ ഇല്ലാത്തപ്പോഴും വചനം പറയുന്നത് എന്നാണെന്നറിയാമോ? അവൻ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ അവൻ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ഈ പ്രാരംഭ സെഷനിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിന്റെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും ദൈവം നിന്നോട് അറിയിച്ച വാഗ്ദത്തത്തെ ഇന്ന് പകൽ നീ വിശ്വസിക്കുമോ? ആ ദൈവത്തെ വിശ്വസിക്കുമോ? നിന്റെ അവിശ്വാസത്തെ ഒന്ന് മാറ്റിക്കള. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എഴുതി വെച്ചൊരു പ്രസംഗമല്ല, കർത്താവിനോട് പറഞ്ഞൊരു പ്രൊഫറ്റിക് മെസ്സേജ് ഞാനിവിടെ പറയുന്നത്. ഹല്ലേലൂയ. നോക്കിയേ, ഏലിയാവ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവം ഏലിയാവിനോട് പറയുന്ന ഒരു കണ്ടീഷൻ എന്നാണെന്നറിയാമോ? ഏലിയാവേ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ആദ്യം നീ തകർന്ന യാഗപീഠത്തെ അതിൻ്റെ ക്രമപ്രകാരം അടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ എത്ര പേര് തീരുമാനമെടുക്കും, ബ്രദർ, എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി എൻ്റെ കുടുംബ ബന്ധത്തിൽ ചില ക്രമം തെറ്റിക്കിടക്കുകയാ, പക്ഷെ ഈ വചനത്തിന് മുമ്പിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചിലത് ക്രമപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സെഷനിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് ചില ഹൃദയങ്ങളെ ഇന്ന് പകൽ വചനം കൊണ്ട് കുത്താൻ പോകുകയാ. എന്തിനാണെന്നറിയാമോ? നിന്നെ വേദനിപ്പിക്കാനല്ല. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ക്രമം കെട്ട് കിടക്കുന്ന ചിലതിനെ ക്രമപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ ഇവൻ ക്രമപ്പെടുത്തിയ ശേഷം എന്നാ സംഭവിച്ചേ? അടുത്തത് ദൈവത്തിന്റെ ആലോചന പറയുന്നത് എന്നാന്നറിയാമോ? നീ ഈ യാഗപീഠത്തിന് ചുറ്റും വെള്ളം ഒഴിക്കണം. ഹല്ലേലൂയ. എന്തിനാ വെള്ളം ഒഴിക്കുന്നേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളം ഒഴിച്ചാൽ പിന്നെ അവിടെ എന്ത് ചെയ്യത്തില്ല? തീയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ അവിടെ വെള്ളം ഒഴിച്ചെന്നറിയാമോ? മനുഷ്യൻ പിന്നീട് പറയരുത് ഇത് മാനുഷികമായി അവൻ വരുത്തിയ തീയാണെന്ന്. അവൻ ദൈവം അവനോട് പറയാ, സാധ്യതയെ മുഴുവൻ നീ അടച്ചുകള. ഓ, ചിലർക്ക് പിടികിട്ടിയില്ല. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, എല്ലാ സാധ്യതകളും നിന്റെ മുമ്പിൽ അടയുമ്പോൾ, എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടയുമ്പോൾ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയാ, ഐ ആം ഗോയിങ് ടു ഡു സംതിങ് സൂപ്പർ നാച്ചുറൽ. ഈ പകൽ നീ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യും, നാച്ചുറലിലേക്ക് നോക്കുകയും ചെയ്യും. ഹലോ, നമ്മൾ സൂപ്പർ നാച്ചുറൽ പറയുമ്പോൾ തന്നെ എവിടെ നോക്കും? എലിയാവ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൂടെ ഭയങ്കര ഒരു ബാല്യക്കാരനുണ്ട്. ആമേൻ. സാധാരണക്കാരനല്ല, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവനാ കൂടെ ഉള്ളേ. ഏലിയാവ് കാണുന്നത് അവന് കാണാൻ വയ്യ. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ അന്തരീക്ഷ മണ്ഡലത്തിൽ അവൻ ദൈവം അയച്ച കാറ്റ് വരുന്നത് അവന് കാണാം. പക്ഷെ ബാല്യക്കാരെ നോക്കിയിട്ട് പറയുന്നത് എന്നാന്നറിയാം? ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ഇതിനകത്ത് എല്ലാ സാധ്യതകളും അറ്റുപോയിട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാ, നിന്നെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നെന്നറിയാമോ? നിന്റെ മുൻപിലെ എല്ലാ വാതിലുകളെയും ഞാൻ അടച്ചത് ഇനി ഞാൻ തുറക്കുന്ന ഒരു വാതിൽ നീ കാണാൻ വേണ്ടിയിട്ടാ. വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ അടഞ്ഞത് എന്തിനാണെന്നറിയാമോ? കർത്താവിനോട് അങ്ങനെ പറയുന്നു, ഈ വാസനെ, ചില വാതിലുകളെ ഞാൻ അടച്ചത്, ചില വാതിലുകൾ നിനക്ക് അടഞ്ഞു പോയതാ. സാധാരണ കരമടിച്ച് ഈ പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ പകൽ ആത്മാവ് വിളിച്ചു പറയുക, ഈ അന്തരീക്ഷത്തിൽ ഒരു വലിയ വലിയ ചലനം ഞാൻ കാണുന്നുണ്ട്. ഓ
ജീസസ്. യേശുവിന്റെ നാമത്തിൽ അത് അടഞ്ഞുപോയ ഉദരങ്ങളെ ഈ പകൽ യേശു തുറക്കാൻ പോകുക. അടഞ്ഞുപോയെന്ന് ലോകം നിനക്കെതിരെ വിധി എഴുതിയ സർട്ടിഫിക്കറ്റുകളെ നോക്കി ഈ പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ. അടഞ്ഞിട്ടില്ല. നീ കണ്ണുകൊണ്ട് നോക്ക, നീ ഉയരത്തിലേക്ക് നോക്ക. ചില നിമിഷം കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇതിന്റെ നടുവിൽ കർത്താവ് ചില ഉദരങ്ങളെ തൊടുന്നെന്ന് എന്നോട് പറയുന്നു. അടഞ്ഞുപോയ ചിലത് ഇനി പ്രതീക്ഷയില്ലെന്ന് ലോകം നിന്നെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഈ പകൽ ആത്മാവ് പറയുക. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിട്ട് പ്രവാചകനോട് പറയുന്നത് എന്നാന്നറിയാമോ? എന്റെ ഭർത്താവ് മരിച്ചു. ഹല്ലേലൂയ. അവൻ ഭക്തനായിരുന്നു, പക്ഷെ അവൻ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പകൽ എനിക്കൊരു കാര്യം അറിയാം. ആരൊക്കെ നീങ്ങിപ്പോയാലും, അപ്പം മാറിയാലും അമ്മ മാറിയാലും, ആരൊക്കെ നിന്നെ കൈപിടിഞ്ഞാലും, നിന്നെ കൈപിടിയാത്ത ഒരുവൻ നിനക്ക് കൂടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, പക്ഷെ എന്നെ മാർവോട് ചേർത്ത മറ്റൊരുവരെ ഞാൻ കണ്ടു. ഈ പകൽ മാറിപ്പോയവരെ നോക്കരുതേ. അവൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയാത്തൊരു സ്വർഗം നിനക്ക് വേണ്ടി ഈ പകൽ ഇറങ്ങി നിൽക്കുകയാ. എന്നെ വചനത്തിന്റെ ആഴത്തിലേക്കൊന്ന് കയറട്ടെ. ഈ സ്ത്രീ പറയുന്നത്, എൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് മുഴുവൻ എന്ത് ചെയ്തു? നിങ്ങളൊന്ന് പ്രതികരിച്ച്. ഉണ്ടായിരുന്നത് മൊത്തം ഞാൻ നിങ്ങളെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നതിന്റെ കാര്യം, നിങ്ങൾക്ക് ഉറക്കം വരും, എനിക്ക് ഉറക്കം വരും. ഹല്ലേലൂയ. നമ്മൾ ഉറക്കത്തെ പുറത്താക്കുക, ഒരു പുതിയതുമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ. ഇവൾ പറയുന്ന പ്രവാചകന്റെ മുമ്പിൽ വരുമ്പം പറയുന്നത് ഇവളുടെ കയ്യിൽ ഫുൾ എംപ്റ്റി ആണെന്ന്. എന്നാ പറയുന്നത്? എൻ്റെ കയ്യിൽ ഒന്നും, എനിക്കാകെ കൂടി ഉണ്ടായിരുന്നത് അവൻ ഭക്തനായിരുന്ന എൻ്റെ ഭർത്താവായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഇപ്പം എൻ്റെ മുമ്പിലുള്ളത് ബാധ്യതകളാ. ഞാനിത് വെറുതെ പറയല്ല, കർത്താവ് എന്നോട് പറയുക, അങ്ങനത്തെ ചിലരിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ നിനക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. ഇപ്പം നിന്റെ മുമ്പിൽ ബാധ്യതകളാ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിന്റെ ഒരു വലിയ ചരിത്രം അവളുടെ പുറകിലുണ്ട്. ആ ബ്ലൂ ഷർട്ട് ഇട്ട വാതിലിനോട് ചേർന്നിരിക്കും അങ്കിളിനോട് പരിശുദ്ധാത്മാവ് പറയുക, നഷ്ടത്തിന്റെ വലിയ കണക്കുകൾ നിന്റെ കയ്യിലുണ്ട്. പക്ഷെ ആത്മാവിന് പറയാനുള്ളത്, നീ എന്നെ വിശ്വസിക്കുമെങ്കിൽ, എൻ്റെ വാക്കിന് നീ ചില സ്റ്റെപ്പ് എടുക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാ. നീ വലിയ പ്രതീക്ഷയോടെ ആ രാജ്യത്തേക്ക് പോയത്. നവമി തൻ്റെ 2 മക്കളെയും കൊണ്ട്, തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക്, മോവാബിലേക്ക് അവൾ പോയി. അവിടെ വെച്ച് അവളുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ദേവദാസനെ, ആ പുറകിലിരിക്കുന്ന അങ്കിളിനോട് പരിശുദ്ധാത്മാവ് പറയുക, നഷ്ടത്തിന്റെ വലിയൊരു ചരിത്രം നിന്റെ കയ്യിലുണ്ട്. നിന്റെ കുടുംബം നിന്നെ തള്ളി, നിന്റെ തലമുറ നിന്നെ തള്ളി. നീ ഒരു വലിയ വട്ടപൂജ്യം പോലെ വലിയ ശൂന്യമായ പടകുമായിട്ടാ നീ ഈ മീറ്റിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ഒരു മാനസിക രോഗി എന്നതുപോലെ നിന്നെ പലരും വിധി എഴുതിയതാ. ജീസസ്. ആംഗ്ലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നേരത്തെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതോ പുറകിൽ? ജീസസ്. കർത്താവിനോട് പറയുന്നു, നീ ഒരു ഒന്നിനും കൊള്ളാത്ത വ്യക്തിയായി. നീ മാത്രമല്ല, നിന്റെ കുടുംബത്തിൽ പിറന്ന് ആൺ തലമുറകൾ സകലതും യൂസ്ലെസ് എന്ന് കർത്താവ് എഴുതി കാണിക്കുന്നു. ഉപയോഗശൂന്യമാണെന്ന് ലോകം വിധി എഴുതിയതാ. പക്ഷെ കർത്താവ് ഈ പകൽ വിളിച്ചു പറയുന്നു, ഞാൻ അതിനെ മായ്ച്ചു കളയാൻ പോകുകയാ. വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? ക്രൂശിൽ അവൻ എനിക്കും നിങ്ങൾക്കും വിരോധമായ
സകല കൈയെഴുത്തുകളെയും നീക്കിക്കളഞ്ഞതുപോലെ ഈ പ്രാരംഭ മിനിറ്റിൽ പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുന്നു, നിനക്കെതിരെ എഴുതിയത് ചിലത് ഞാൻ നീക്കിക്കളയാൻ പോകുക. ഹോ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സാധ്യതകൾ ഇനി നിന്റെ മുൻപിലില്ല. എല്ലാവരാലും നീ കൈവിട്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഈ പകൽ ആത്മാവ് പറയുന്നു, ഞാൻ ഇവിടെ നിന്നെ കൊണ്ടുവന്നത് നിന്റെ ചരിത്രത്തെ മാറ്റാനാ. പാസ്റ്റർ പ്രത്യേഷ് തോമസ് ശുശ്രൂഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10:30 വരെ പാലാഴി ടവർ, 2nd ഫ്ലോർ, കോൺഫറൻസ് ഹാൾ, അടൂർ സെൻട്രലിൽ. നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കുക 9496 324 717 9447 112 904.